ഹായ് ഓൾ, OpenAI റിലീസ് ചെയ്തിട്ടുള്ള പുതിയ ഡെവലപ്പർ API ആണ് റിയൽ ടൈം API. മലയാളത്തിൽ സംസാരിക്കാമോ? സന്തോഷം. നിങ്ങൾ എങ്ങനെയോ സഹായിക്കണം. തൃശ്ശൂരിലെ വെതർ എന്താണ്? ഇന്നത്തെ തൃശ്ശൂരിലെ കാലാവസ്ഥ 25°C 3.6 കിലോമീറ്റർ വേഗതയുള്ള ചെറു കാറ്റുമാണ്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സഹായം വേണോ? Can you give me the price of iPhone 16? I found some prices for the iPhone 16. Here's a quick overview. iPhone 16 Pro, 256GB, black titanium, unlocked. $199 from Apple. ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നമുക്ക് റിയൽ ടൈം API എങ്ങനെയാണ് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിനെ വർക്ക് ചെയ്യിപ്പിക്കുന്നതെന്ന് നോക്കാം. അതുപോലെ ഒരു തേർഡ് പാർട്ടി API യൂസ് ചെയ്തിട്ട് റിയൽ ടൈം APIനെ കൊണ്ട് ഇൻ്റർനെറ്റ് ആക്സസ് യൂസ് ചെയ്തിട്ട് റെസ്പോൺസ് തരുന്നത് എങ്ങനെയാണെന്നും നമ്മളിന്ന് നോക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ റൈറ്റ് ചെയ്തിട്ട് അതും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുപോലെയുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള AI വീഡിയോസും ജനറേറ്റീവ് AIനെ കുറിച്ചുള്ള പല ടൂൾസും കാര്യങ്ങളും ഒക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. റിയൽ ടൈം API യൂസ് ചെയ്തിട്ട് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസ് ആണ് കസ്റ്റമർ സപ്പോർട്ട് ആപ്ലിക്കേഷൻസ്, അതുപോലെ ലാംഗ്വേജ് ലേണിംഗ് ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ എനിക്ക് ഒരു ഓർഡർ മീ എ ബിരിയാണി എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ആ ഒരു വോയിസ് റെക്കഗ്നൈസ് ചെയ്തിട്ട് ഒരു ഫംഗ്ഷൻ കോൾ ചെയ്തിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആപ്ലിക്കേഷൻസ് വരെ നമുക്കിനി റിയൽ ടൈം API യൂസ് ചെയ്തിട്ട് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. സ്പീച്ച് ടു സ്പീച്ച് എക്സ്പീരിയൻസസ് കൊടുക്കുന്ന ആപ്ലിക്കേഷൻസ് ആണ് നമുക്ക് കൂടുതലും റിയൽ ടൈം API യൂസ് ചെയ്തിട്ട് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇതിനു മുമ്പ് നമ്മളൊരു സ്പീച്ച് ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന സ്പീച്ചിനെ ട്രാൻസ്ക്രൈബ് ചെയ്ത് വിസ്പറൊക്കെ പോലെയുള്ള APIs യൂസ് ചെയ്തിട്ട് ട്രാൻസ്ക്രൈബ് ചെയ്ത് ടെക്സ്റ്റ് ആക്കിയതിന് ശേഷമാണ് മോഡൽസിലേക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. എന്നിട്ട് ആ മോഡൽ നമുക്ക് തരുന്ന റെസ്പോൺസിനെയും എന്താക്കി മാറ്റണം, നമ്മൾ സ്പീച്ചാക്കി മാറ്റിയാണ് നമ്മൾ യൂസറിന് കൊടുത്തുകൊണ്ടിരുന്നത്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയുന്ന സ്പീച്ചിലുള്ള ഇമോഷൻസ്, അതുപോലെ തന്നെ ആക്സെൻസ്, അതുപോലെ നമ്മൾ എവിടെയെങ്കിലും എംഫസിസ് കൊടുക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം ലോസ്റ്റ് ആയി പോകുമായിരുന്നു. അതുപോലെ വളരെയധികം ലേറ്റൻസിയും കൂടുതലായിരുന്നു ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത്. പക്ഷേ ഇപ്പോൾ റിയൽ ടൈം API യൂസ് ചെയ്തിട്ട് ഒരൊറ്റ സിംഗിൾ API കോൾ ത്രൂ തന്നെ ഈ പ്രോസസ്സൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. റിയൽ ടൈം API വർക്ക് ചെയ്യുന്നത് ഒരു വെബ് സോക്കറ്റ് കണക്ഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടാണ്. നമ്മൾ റിയൽ ടൈം APIനെ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മെസ്സേജസ് പാസ് ആവുന്നത് ഒരു വെബ് സോക്കറ്റ് കണക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടാണ്. GPT-4o മോഡലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ആക്സസ് ചെയ്യുന്നതെന്ന് നോക്കാം. platform.openai.com എന്നുള്ള ഈ URL-ലേക്ക് വരിക. OpenAIയുടെ ഡെവലപ്പർ പ്ലാറ്റ്ഫോമാണ് ഇത്. ഇതിൻ്റെ ഉള്ളിലാണ് API ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുന്ന URL ആണിത്. റിയൽ ടൈം APIനെ കുറിച്ച് റീഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ റിയൽ ടൈം API ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ കുറേ ഡീറ്റെയിൽസ് അവർ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ റിയൽ ടൈം APIക്ക് ടെക്സ്റ്റും ഓഡിയോയും ഇൻപുട്ടായിട്ടും ഔട്ട്പുട്ടായിട്ടും സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഫംഗ്ഷൻ കോളിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഡോക്യുമെൻറ്റേഷൻ റീഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ റിയൽ ടൈം APIയുടെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, നേറ്റീവ് സ്പീച്ച് ടു സ്പീച്ച് ഉണ്ട്, നാച്ചുറൽ സ്റ്റിയറബിൾ വോയിസസ്, സൈമൾട്ടേനിയസ് മൾട്ടി മോഡൽ ഔട്ട്പുട്ട്. ഇതൊക്കെയാണ് റിയൽ ടൈം APIയുടെ ബെനിഫിറ്റ്സ്. റിയൽ ടൈം API ഒരു വെബ് സോക്കറ്റ് ഇൻ്റർഫേസ് ആണ് ദാറ്റ് ഈസ് ഡിസൈൻ ടു റൺ ഓൺ എ സെർവർ. റിയൽ ടൈം API റൺ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് OpenAI ഒരു കൺസോൾ ഡെമോ ആപ്ലിക്കേഷൻ നമുക്ക് ബിൽഡ് ചെയ്ത് തന്നിട്ടുണ്ട്, അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് വെച്ചിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. OpenAIയുടെ APIs എല്ലാം പെയ്ഡ് APIs ആണ്. അപ്പോൾ നിങ്ങൾ സൈനപ്പ് ചെയ്തിട്ട് അവരുടെ ക്രെഡിറ്റ്സ് പർച്ചേസ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഈ APIs ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. റിയൽ ടൈം APIയും നമുക്ക് അങ്ങനെയാണെങ്കിലാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു പെയ്ഡ് വേർഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് ലോഗിൻ ചെയ്ത് കാണിക്കാം. നമ്മൾ ലോഗിൻ ചെയ്ത ഡാഷ്ബോർഡ് ഇങ്ങനെയായിരിക്കും. ഇനി ഇവിടെ നമ്മൾ
പ്ലേ ഗ്രൗണ്ടിലേക്ക് വരാം. പ്ലേ ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റിയൽ ടൈം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് കുറച്ച് സിസ്റ്റം ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഡിഫറെൻറ്റ് വോയിസസ് നമ്മുടെ അസിസ്റ്റൻറ്റ് യൂസ് ചെയ്യേണ്ട ഡിഫറെൻറ്റ് വോയിസസ് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിൽ ഈ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഓരോ വോയിസുകളും എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് കേൾക്കാം. Hey, I'm Alloy. Not too loud, not too quiet, just the right balance. Smooth and steady like a cool breeze. What's up? This is Echo here. I'm just another friendly voice, always down to chat and keep it cool. അടുത്തത് ഷിമ്മർ എന്ന് പറയുന്നൊരു വോയിസ് ഉണ്ട്. അതൊന്ന് നമുക്ക് പ്ലേ നോക്കാം. Hey there, I'm Shimmer. Soft and steady, with a glimmer of play. I'm here to brighten things up when you need a little something fresh. ഓക്കെ, അതുപോലെ തന്നെ വേറെ കുറച്ച് സെറ്റിങ്സ് നമുക്കിവിടെ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി നമുക്ക് എങ്ങനെയാണിത് നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്കിവിടെ ഡോക്സ് ക്ലിക്ക് ചെയ്യാം. ഡോക്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് റിയൽ ടൈം API എന്ന് പറയുന്ന ഈ ടാബ് ഓപ്പൺ ആക്കാം. അതിൻ്റെ ഉള്ളിൽ ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് റിയൽ ടൈം കൺസോൾ എന്ന് പറയുന്ന ഒരു ലിങ്ക് കാണും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ഗിറ്റ് ഹബ് റെപ്പോസിറ്ററിയിൽ നമുക്ക് പോവാം. ഇതിൽ നമുക്ക് ഇവിടെ ഒന്നെങ്കിൽ ഗിറ്റ് ക്ലോൺ യൂസ് ചെയ്തിട്ട് ക്ലോൺ ചെയ്തെടുക്കാം നമ്മുടെ സിസ്റ്റത്തിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഗിറ്റ് ക്ലോൺ യൂസ് ചെയ്തിട്ട് ക്ലോൺ ചെയ്തെടുക്കുകയാണ്. നമ്മൾ ക്ലോൺ ചെയ്തെടുത്തു. നമ്മൾ ആ ഫോൾഡറിൻ്റെ ഉള്ളിൽ കയറി ഇനി നമ്മൾ npm ഇൻസ്റ്റാൾ കൊടുക്കാം. ഞാനപ്പോൾ ജസ്റ്റ് വിഷ്വൽ സ്റ്റുഡിയോയിൽ അപ്പോൾ ഇവിടെ npm ഇൻസ്റ്റാൾ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വിഷ്വൽ സ്റ്റുഡിയോയിൽ നമ്മുടെ റിയൽ ടൈം കൺസോള് പ്രൊജക്റ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളത് നമുക്ക് നോക്കാവുന്ന. ഇനി നമുക്ക് npm സ്റ്റാർട്ട് കൊടുക്കാം. അപ്പോൾ ലോക്കൽ ഹോസ്റ്റ് 3000 പോർട്ടിലാണ് നമ്മുടെ ഈ ആപ്ലിക്കേഷൻ റൺ ആവുന്നത്. ഇപ്പോൾ നമ്മളുടെ അടുത്ത് ഇവർ OpenAIയുടെ API കീ ചോദിക്കും. ഇനി നമ്മളിവിടെ API കീ എൻ്റർ ചെയ്ത് കൊടുക്കണം. അത് നമ്മുടെ platform.openaiയുടെ ഉള്ളിൽ നിന്നാണ് നമുക്കത് കിട്ടുന്നത്. API റെഫറൻസ് അത് നമുക്ക് platform.apiയുടെ ഉള്ളിൽ നിന്നാണ് കിട്ടുന്നത്. അതിന് നമ്മൾ ഡാഷ്ബോർഡിൽ പോവാം. ഡാഷ്ബോർഡിൽ പോയി കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് API കീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. API കീസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾക്കൊരു ക്രിയേറ്റ് ന്യൂ സീക്രട്ട് കീ ക്ലിക്ക് ചെയ്യാം. ഇനി ഇവിടെ നമ്മൾക്ക് റിയൽ ടൈം API ഒരു നെയിം കൊടുക്കാം. ഡിഫോൾട്ട് പ്രൊജക്റ്റ് കൊടുക്കുക, ക്രിയേറ്റ് സീക്രട്ട് കീ കൊടുക്കുക. ഇനി ഈ കിട്ടിയ സീക്രട്ട് കീ കോപ്പി ചെയ്തിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഉള്ളിൽ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ റണ്ണായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ APIക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഇതിവിടെ നമ്മൾ കണക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വോയിസ് സംസാരിക്കാൻ പറ്റും. ഇവിടെ വേറെ 2 ഓപ്ഷൻസ് ഉണ്ട്, മാനുവലും VADയും. മാനുവൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പുഷ് ടു ടോക്ക് എന്നുള്ളൊരു ബട്ടൺ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് ടോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. VAD ആണെങ്കിൽ നമ്മൾ പറയുന്ന സൗണ്ട് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്റ്റ് ചെയ്തിട്ടായിരിക്കും നമുക്ക് റെസ്പോൺസ് തരുന്നത്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഒരു ബാക്ക് എൻഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, കണക്റ്റ് ചെയ്ത് നോക്കാം. Hello there. How can I assist you today? ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് കൺസോളിൽ ഓരോ ലോഗുകളൊക്കെ വന്നിട്ടുണ്ട്. അതായത് API കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളും റെസ്പോൺസിൻ്റെ കാര്യങ്ങളും ഒക്കെ നമുക്കിവിടെ റെസ്പോൺസ് വന്നിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇത് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു വെൽക്കം മെസ്സേജ് വരും ഇവിടെ, ഹലോ ദെയർ, ഹൗ ക്യാൻ ഐ അസിസ്റ്റ് യു എന്നുള്ളത്. ഇനി നമ്മൾ പുഷ് ടോക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അതിനോട് സംസാരിക്കാം. What is the weather in Thrissur today? Today in Thrissur, the temperature is around 25 degrees Celsius, with a light wind speed of about 3.6 kilometers per hour. How can I help you further? അപ്പോൾ ഈ വെതർ ഡീറ്റെയിൽസ് നമുക്കിത് തരുന്നത് ഗെറ്റ് വെതർ എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ്, അതൊരു ടൂളായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആ ഡീറ്റെയിൽസ് തരുന്നത്. അപ്പോൾ ഇവരുടെ ഈ ഡെമോ ആപ്ലിക്കേഷൻ്റെ ഉള്ളിൽ അവർ 2 ടൂൾസ് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്, ഗെറ്റ് വെതറും അതുപോലെ സെറ്റ് മെമ്മറി എന്ന് പറയുന്നതും. അപ്പോൾ ഗെറ്റ് വെതർ യൂസ് ചെയ്തിട്ട് നമുക്ക് എവിടെയുള്ള ലൊക്കേഷൻ്റെ വെതർ നമുക്ക് ഫെച്ച് ചെയ്ത് ഡീറ്റെയിൽസ് തരും. ഇനി നമുക്ക് ഒരു കാര്യം കൂടി ചോദിക്കാം, മലയാളത്തിൽ സംസാരിക്കാമോ? സന്തോഷം, നിങ്ങൾ എങ്ങനെയോ സഹായിക്കണം. തൃശ്ശൂരിലെ വെതർ എന്താണ്? ഇന്നത്തെ തൃശ്ശൂരിലെ കാലാവസ്ഥ 25 ഡിഗ്രി സെൽഷ്യസും 3.6 കിലോമീറ്റർ വേഗതയുള്ള ചെറുകാറ്റുമാണ്.
നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സഹായം വേണോ? വേറെ സഹായമൊന്നും വേണ്ട, താങ്ക് യു. ശരിയാണ്, നന്ദി. നിങ്ങൾക്ക് ഒരു നല്ല ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ ഇതുപോലെ നമുക്ക് മലയാളത്തിൽ ചോദിച്ചാലും അതിനനുസരിച്ച് റെസ്പോണ്ട് തരുന്നുണ്ട്. ഉച്ചാരണമൊന്നും അത്ര കറക്റ്റ് അല്ല, എന്നാലും വളരെ ഒരു ഗുഡായിട്ടുള്ള റെസ്പോൺസാണ് നമുക്കിപ്പോൾ കിട്ടുന്നത് ഇതിൽ നിന്നും. ഇനി VAD ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കാൻ പറ്റും അതിനോട് നമ്മളുടെ പറയുന്നത് വെച്ചിട്ട് അത് ഡിറ്റക്റ്റ് ചെയ്യും. ഒന്ന് VAD ഞാൻ കാണിച്ചു തരാം. എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ നന്നായിരിക്കുന്നു. നിങ്ങൾ എങ്ങനെയുണ്ട്? ഞാൻ സുഖമായിരിക്കുന്നു. അത് കേട്ട് സന്തോഷം. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സഹായം വേണോ? സഹായമല്ല, സഹായം. ശരിയാണ്, എപ്പോൾ വേണമെങ്കിലും സഹായം ചോദിക്കും. സഹായം എന്നല്ല പറയുന്നത്, സഹായം എന്നാണ്. ശരിയാണ്, സഹായം. തുറത്ത് പറഞ്ഞത് കണ്ടതിൽ നന്ദി. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് നമ്മൾക്ക് കോൺവെർസേഷൻസ് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമുക്കിതിൻ്റെ ബാക്ക് എൻഡ് കോഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഓരോ കാര്യങ്ങൾ എങ്ങനെയാണ് റൈറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും റിലേ സെർവർ എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ relay.js എന്ന് പറയുന്ന ഒരു ഫയൽ ഉണ്ടാവും. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ വെബ് സോക്കറ്റ് സെർവറിനെ നമ്മൾ ആ പാക്കേജിനെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ക്ലയൻറ്റിനെ നമ്മളിവിടെ ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നത് API കീ ഒക്കെ യൂസ് ചെയ്തിട്ട് ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. അതുപോലെ വെബ് സോക്കറ്റ് ഇനീഷ്യലൈസ് ചെയ്യുന്നതും ഇവിടെയാണ്. ഇനി നമ്മൾക്ക് അടുത്തത് SRC ഫോൾഡറിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ പേജസ് ഫോൾഡറിൻ്റെ ഉള്ളിൽ console.page.tsx എന്ന് പറയുന്ന ഒരു ഫയൽ കാണാം. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇവിടെ റിയൽ ടൈം ക്ലയൻറ്റിനെ, ഇതാണ് OpenAIയുടെ റിയൽ ടൈം ക്ലയൻറ്റ് പാക്കേജ്. റിയൽ ടൈം ക്ലയൻറ്റ് പാക്കേജിനെ നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ APIനെ ഇവിടെ നമ്മൾ ലോക്കൽ സ്റ്റോറേജിൽ സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ലോക്കൽ സ്റ്റോറേജിലാണ് നമ്മൾ APIനെ സെറ്റ് ചെയ്ത് വെക്കുന്നത്. അതിനുശേഷം നമ്മളിവിടെ നമ്മുടെ ക്ലയൻറ്റിനെ റിയൽ ടൈം ക്ലയൻറ്റിനെ ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, റിയൽ ടൈം ക്ലയൻറ്റിനെ API കീ പാസ് ചെയ്ത് വിട്ടിട്ട് ക്ലയൻറ്റ് റെഫ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇവിടെയാണ് നമ്മൾ മൈക്രോഫോൺ കണക്റ്റ് ചെയ്യുന്നത്, ഓഡിയോ ഔട്ട്പുട്ട് കണക്റ്റ് ചെയ്യുന്നത്, അതുപോലെ റിയൽ ടൈം APIനായിട്ട് കണക്ട് ചെയ്യുന്നത് client.connect യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് എന്താണോ ടെക്സ്റ്റ് ഇൻപുട്ട് കൊടുക്കേണ്ടത്, ഒരു വെൽക്കം മെസ്സേജോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കൊടുക്കാനായിട്ട് പറ്റും. ഇവിടെ ഡിസ്കണക്ട് ആൻഡ് റീസെറ്റ് കോൺവെർസേഷൻ സ്റ്റേറ്റ്സ് അതിനുള്ള ഫംഗ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾക്ക് ടൂൾസ് ആഡ് ചെയ്യുന്ന കേസ് നമ്മൾ പറഞ്ഞു, അതെവിടെയാണ് ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അതായത് നമ്മൾ ഗെറ്റ് ലൊക്കേഷൻ എന്നൊക്കെ ഉള്ളത് കണ്ടില്ലേ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ അത് ആഡ് ചെയ്യുന്നത്. ആഡ് ടൂൾസിന് client.add tool എന്ന് പറഞ്ഞിട്ടാണ് ഈ ഫംഗ്ഷന് നമ്മളിവിടെ കൊടുക്കുന്നത്. സെറ്റ് മെമ്മറി എന്നുള്ള പറയുന്ന ഫംഗ്ഷനെയും കൊടുത്തു, ഗെറ്റ് വെദർ എന്നുള്ള ഫംഗ്ഷനെയും നമ്മളിവിടെ ആഡ് ടൂള് യൂസ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റും ഓപ്പൺ മെറ്റിയോ എന്ന് പറയുന്ന OpenAIയുടെ തന്നെ വെതറിൻ്റെ ഡേറ്റാസ് കിട്ടുന്നത് വെച്ചിട്ടാണ് നമ്മൾ എന്തെടുക്കുന്നത്, വെതറിൻ്റെ ഡേറ്റ നമുക്ക് നമ്മളിപ്പോൾ ചോദിച്ചില്ലേ തൃശ്ശൂരിൻ്റെ വെതർ എന്താണെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് ആ വെതറിൻ്റെ ഡേറ്റാസ് അങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഈ API എന്നാണ് അത് ഫെച്ച് ചെയ്തിട്ട് നമുക്ക് ഡേറ്റ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ബാക്ക് എൻഡിൻ്റെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റിയാക്ട് അറിയാവുന്നവരാണെങ്കിൽ ഈ കോഡ് ചെക്ക് ചെയ്ത് നോക്കിയാൽ തന്നെ എങ്ങനെയാണ് അതിൻ്റെ ഫ്ലോ നടക്കുന്നതെന്നും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ഐഡിയ കിട്ടും. ഈ ആപ്ലിക്കേഷനെ ബേസാക്കി വെച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ ഫങ്ഷൻസൊക്കെ ആഡ് ചെയ്ത് നമ്മുടെ ചാറ്റ് അസിസ്റ്റൻറ്റിനെ കുറച്ചും കൂടി നമുക്ക് പല കാര്യങ്ങൾ വെച്ചിട്ട് എൻഹാൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അത് ചെയ്യുന്നതെന്ന് ഒരു എക്സാമ്പിൾ നമുക്കിന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. Can you give me the prices of iPhone 16? I'm sorry, but I can't provide real-time pricing information. However, you can check the latest prices for the iPhone 16 on the official Apple website or through trusted retailers. Is there anything else I can help you with? ഇപ്പോൾ ഇവർ നമ്മുടെ അടുത്ത് പറഞ്ഞത് ഇതിന് ശരിക്കും പറഞ്ഞാൽ റിയൽ ടൈം പ്രൈസിങ് ഇൻഫർമേഷൻസ് ഫെച്ച് ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് ഗൂഗിൾ ഷോപ്പിംഗ് ഒക്കെ യൂസ് ചെയ്തിട്ട് റിയൽ ടൈം ആയിട്ട് നമ്മൾക്ക് പ്രൈസസ് ഇൻ്റർനെറ്റ് ആക്സസ് യൂസ് ചെയ്യാനായിട്ടുള്ള കേപ്പബിലിറ്റി ഇല്ല. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഡേറ്റ ആൻസർ ഫെച്ച് ചെയ്ത് കൊണ്ടുവരാനായിട്ട് കഴിയില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ ഈ ചാറ്റ് ആപ്ലിക്കേഷനിൽ ഒരു ഫംഗ്ഷൻ ആഡ് ചെയ്തിട്ട് റിയൽ ടൈം ആയിട്ടുള്ള പ്രൈസിങ് ഡേറ്റാസൊക്കെ നമുക്ക് ഫെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗെറ്റ് വെതറിൻ്റെയും ഒക്കെ ടൂൾസ് ആഡ് ചെയ്ത് ഫംഗ്ഷൻ കൊടുത്തില്ലേ, അതുപോലെ തന്നെ നമ്മളും പുതിയൊരു ഫംഗ്ഷൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ആ ഫംഗ്ഷനാലിറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ client.add ടൂള് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ തന്നെ
ഫംഗ്ഷനാലിറ്റി റൈറ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ ആ ഫംഗ്ഷനാലിറ്റി അച്ചീവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ അടുത്ത നമുക്ക് വേണ്ടുള്ള ഫംഗ്ഷൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. client.add ടൂളിൻ്റെ ഉള്ളിൽ ഞാൻ അതിൻ്റെ കോഡാണ് കൊടുത്തിരിക്കുന്നത്. സെർപ്പർ എന്ന് പറയുന്ന ഒരു ടൂൾ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഗൂഗിൾ ഷോപ്പിങ്ങിൻ്റെ API ഇതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഒന്നും കൂടിയും കണക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ കൊടുത്ത ക്വസ്റ്റ്യൻ തന്നെ ഒന്നും കൂടിയും കൊടുക്കാം. അപ്പോൾ നമ്മുടെ search_shopping എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇവിടെ ആഡ് ആയിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാം. Hello, how are you today? Can you give me the price of iPhone 16? I found some prices for the iPhone 16. Here's a quick overview. iPhone 16 Pro, 256 gigabytes, black titanium, unlocked, $199 from Apple. iPhone 16, 128 gigabytes, black titanium, unlocked, $1,199 from Xpericom. iPhone 16 Plus, 128 GB, pink, unlocked, $929. Prices vary depending on the model and storage capacity you prefer. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും നമ്മുടെ ഗൂഗിൾ ഷോപ്പിങ്ങിൻ്റെ API യൂസ് ചെയ്തിട്ട് നമുക്ക് ലൈവായിട്ട് ഐഫോണിൻ്റെ പ്രൈസസ് ഇപ്പോൾ നമുക്ക് ഫെച്ച് ചെയ്ത് കൊണ്ട് തന്നിട്ടുണ്ട്. നേരത്തെ നമുക്ക് ഈ ഫീച്ചർ ഉണ്ടായിരുന്നില്ല, നമ്മളിപ്പോൾ ആഡ് ചെയ്ത ഒരു ഫീച്ചറാണിത്. ഇതുപോലെ നിങ്ങൾക്കും ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് നമുക്ക് വേണ്ട യൂസ് കേസസ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ ഒരു കസ്റ്റമർ സപ്പോർട്ട് ചാറ്റ് അസിസ്റ്റൻറ്റിനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് യൂസ് ചെയ്തിട്ട് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെ ഞാനൊരു സെർച്ചിൻ്റെ ഒരു ഫംഗ്ഷനും കൂടി ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സെർച്ചിൻ്റെ ഫംഗ്ഷൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുന്ന എന്ത് ക്വസ്റ്റ്യൻ ആണെങ്കിലും അത് ഗൂഗിളിൽ പോയി ചെക്ക് ചെയ്തിട്ട് നമുക്കതിൻ്റെ ആൻസർ ഫെച്ച് ചെയ്ത് കൊണ്ട് തരും. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്കാം. വേർ ഇസ് Galtech Technologies situated? Galtech Technologies is located in Thrissur, Kerala, India. They also have operations in Dubai, UAE, and in London, UK. Their office in Thrissur is situated at the Special Economic Zone SEZ Info Park Thrissur campus, Koradi PO, Thrissur district. അപ്പോൾ ഇത് നമുക്ക് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് ഫെച്ച് ചെയ്ത് കൊണ്ടുവന്ന ആൻസറാണ്. ഇതുപോലെ തന്നെ നിങ്ങൾക്കും ഫങ്ഷൻസ് ആഡ് ചെയ്തിട്ട് ന്യൂ കാര്യങ്ങൾ ഇതിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ റിയൽ ടൈം API എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ലേറ്റസ്റ്റ് AI അപ്ഡേറ്റ്സിന് വേണ്ടി മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഇതിനോട് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്യുക. ഞങ്ങളതിന് റിപ്ലൈ തരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.